ഹലോ ഗായ്സ്, ഞാൻ ക്രോഷ്യ സ്റ്റാർട്ട് ചെയ്തിട്ട് കുറച്ച് മാസങ്ങളായിട്ടുള്ളൂ. അതായത് കറക്റ്റ് പറയുകയാണെങ്കിൽ ഞാൻ ഫസ്റ്റ് യാണും ഹുക്കും വാങ്ങിക്കുന്നത് ഓഗസ്റ്റിലാണ്. എൻ്റെ ക്ലാസ്സിലൊരു കുട്ടി ചെയ്യുന്ന കണ്ടിട്ടാണ് എനിക്ക് ക്രോഷ്യ ചെയ്യണം എന്നുള്ള ആഗ്രഹം വന്നത്. ഹെഡ് ബാൻഡ്സും കുഞ്ഞു കുട്ടികൾക്കുള്ള ജംപ് സ്യൂട്ട്സൊക്കെ ഉണ്ടാക്കുന്ന കണ്ടപ്പോൾ നല്ല ക്യൂട്ടായിട്ട് തോന്നിയിട്ട് എനിക്കും പഠിക്കണം എന്നുള്ള ആഗ്രഹം വന്നിട്ടാണ് ഞാൻ ഓഗസ്റ്റിൽ യാണും ഹുക്കും വാങ്ങിക്കുന്നത്. പക്ഷേ ഫോർച്ചുനേറ്റ്ലി ഓർ അൺഫോർച്ചുനേറ്റ്ലി എനിക്ക് ആ സമയത്ത് കാലിനൊരു ചെറിയ ആക്സിഡൻറ്റ് ഉണ്ടായിട്ട് ഞാൻ ഫുൾ ബെഡ് റെസ്റ്റിലായി. ആ സമയത്താണ് എനിക്ക് യൂട്യൂബ് ട്യൂട്ടോറിയൽസൊക്കെ നോക്കിയിട്ട് ചെറിയ ചെറിയ പ്രൊജക്ട്സൊക്കെ ചെയ്യാനായിട്ടുള്ള ടൈം കിട്ടിയത്. ഞാൻ ഫസ്റ്റ് ചെയ്യുന്നൊരു ഹാർട്ടാണ്. അത് ഹാർട്ടാണെന്ന് പോലും മനസ്സിലാവത്തില്ല. പിന്നെ ഞാൻ ചെയ്ത ഒരു ഫ്ലവറൊക്കെ ആയിരുന്നു. അത് കുറച്ച് കറക്റ്റായിട്ടൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ ചെയ്തിട്ടുള്ള പ്രൊജക്ട്സ് എല്ലാം ഞാൻ മുന്നേ ഒരു ഷോർട്ടിൽ ഇട്ടിട്ടുണ്ട്. ഞാനിങ്ങനെ ചെയ്യുന്ന കണ്ടിട്ട് എൻ്റെ ഹോസ്റ്റലിലുള്ള ചില സീനിയേഴ്സിനൊക്കെ ഇൻട്രസ്റ്റഡ് ആയിട്ട് ഇങ്ങനെ പഠിക്കണം എന്നൊക്കെ പറഞ്ഞ് വന്നിട്ടുണ്ടായി. ബട്ട് ചിലവർ ഹോസ്റ്റലേക്ക് ഇതിനെ കൊണ്ട് പറ്റത്തില്ല, ഇത് ടഫാണെന്നുള്ളത്. പക്ഷേ ഇത് ടഫല്ല ഗൈസ്. ഇത് എനിക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ എല്ലാവർക്കും ചെയ്യാൻ പറ്റും. യൂട്യൂബ് നോക്കിയിട്ട് നമുക്ക് ജസ്റ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. പക്ഷേ നമുക്ക് ഫസ്റ്റായിട്ട് യാണും ഹുക്കും മേടിച്ചിട്ട് നമ്മൾ യൂട്യൂബിൽ നോക്കി ചെയ്യാനിരിക്കുമ്പോൾ പറ്റുന്ന എന്താണെന്ന് വെച്ചാൽ നമ്മൾ കറക്റ്റ് ആ ഒരു യാണെന്ന് ഞാൻ ഇങ്ങനെ ഫിംഗറിന് ചുറ്റും ഇങ്ങനെ ഇട്ടേക്കുന്നുണ്ടോ, അവിടെ കറക്റ്റ് ടെൻഷൻ കൊടുക്കുന്നതിലാണ് കാര്യം. അവിടെ നമ്മൾ എത്ര ഭയങ്കര ടൈറ്റ് ആക്കാനും പാടില്ല, ഭയങ്കര ലൂസാക്കാനും പാടില്ല. അത് കറക്റ്റായിട്ട് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്തും ചെയ്യാൻ പറ്റും. എല്ലാം നമുക്ക് ആവശ്യമുള്ള മിക്ക സാധനങ്ങൾക്കും ട്യൂട്ടോറിയൽസ് ഉണ്ട്. അത് നോക്കിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ ആദ്യമേ ഞാൻ ഇങ്ങനെ സിംഗിൾ ക്രോഷ്യ, ഡബിൾ ക്രോഷ്യ, ഹാഫ് ഡബിൾ ക്രോഷ്യ, മറ്റേ മാജിക് റിങ് അതൊക്കെ പഠിക്കണമെന്ന് ഞാൻ പറയത്തില്ല. കാരണം ഞാൻ അങ്ങനെയല്ല പഠിച്ചു തുടങ്ങിയത്. ശരിയാണ്, ഓരോരുത്തർക്കും ഓരോ രീതിയാണ്. പക്ഷേ എനിക്ക് തോന്നുന്നത് മിക്ക യൂട്യൂബ് ട്യൂട്ടോറിയൽസും നല്ലപോലെ എക്സ്പ്ലനേഷൻ തരുന്നുണ്ട്. അപ്പം നമുക്കിപ്പം എന്ത് പ്രൊജക്റ്റാണ് ചെയ്യുന്നത് അല്ല അതിലാവശ്യമുള്ള സ്റ്റിച്ചെല്ലാം അവർ ആദ്യം ചെയ്യുമ്പോൾ തന്നെ നല്ലപോലെ പയ്യെ കാണിച്ചു തരുന്നുണ്ട്. അല്ലെങ്കിൽ നമുക്ക് സ്ലോ ആക്കാനുള്ള ഓപ്ഷനും യൂട്യൂബ് വീഡിയോസിലുണ്ടല്ലോ. അപ്പോൾ അങ്ങനെ ചെയ്തു തുടങ്ങുന്നതായിരിക്കും നല്ലത്. ആദ്യമേ സ്ലിപ്പ് സ്റ്റിച്ച് എങ്ങനെയാണ്, ചെയിൻ സ്റ്റിച്ച് എങ്ങനെയാണെന്നൊക്കെ പഠിച്ച് ടൈം കളയാണ്ട് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുക. കാരണം നമ്മൾ ആദ്യം ഇങ്ങനെ ബേസിക് ആയിട്ട് ഇരിക്കുമ്പോൾ നമുക്ക് ചിലപ്പോൾ ബോറിംഗ് ആയിട്ട് തോന്നും. ആദ്യമേ നമ്മളൊരു പ്രൊജക്റ്റ് ചെയ്യുമ്പോൾ ആ ഒരു പ്രോഗ്രസ് കാണുമ്പോഴത്തേക്ക് നമുക്ക് ഓക്കെ, നമ്മളെ കൊണ്ട് ഇത് ചെയ്യാൻ പറ്റി, അപ്പോൾ അടുത്ത പ്രൊജക്റ്റ് ചെയ്യണം എന്നുള്ള ഒരു മോട്ടിവേഷൻ കിട്ടും. പിന്നെ ഒരു വാർണിംഗ് എന്താണെന്ന് വെച്ചാൽ ദിസ് ക്യാൻ ബി അഡിക്റ്റീവ്. കാരണം നമുക്കിത് ചെയ്തുകൊണ്ടേ ഇരിക്കാൻ തോന്നും. കാരണം നമ്മളൊരു പ്രൊജക്റ്റ് ചെയ്യുമ്പോൾ എല്ലാവർക്കും പറ്റും, നന്നായിട്ട് വരും. അപ്പം നമുക്ക് അടുത്ത പ്രൊജക്റ്റ് ചെയ്യാനുള്ളൊരു ത്വര വരും. യൂട്യൂബ് ഷോർട്സിൽ 3 മിനിറ്റ് വരെ ഇടാൻ പറ്റത്തുള്ളൂ. അപ്പം എനിക്കറിയത്തില്ല, ഒരുപാട് ട്യൂട്ടോറിയൽസ് ഉണ്ട്. അപ്പം ഞാൻ എങ്ങനെയാണ് ഈ സ്ട്രിങ് വിരലിൻ്റെ ഇടയിൽ കൂടെ ടെൻഷൻ കറക്റ്റായിട്ട് പുള്ളി ചെയ്യുന്നതും പിന്നെ ഏതെങ്കിലുമൊക്കെ പ്രൊജക്റ്റിൻ്റെ ട്യൂട്ടോറിയൽ വേണമെങ്കിലൊക്കെ പറയാൻ നമുക്ക് ചെയ്യാം. എനിക്ക് ഇന്ന് തൊട്ട് ഫ്രൈഡേ വരെ സെം എക്സാമാണ്. മുന്നത്തെ വീഡിയോസ് കണ്ടാൽ അറിയാം. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് ടൈമുണ്ട്. അപ്പോൾ എല്ലാം ചെയ്യാം. എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ചാനൽ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ബൈ.